ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്കെത്തി. കേരളത്തിലെ ആദ്യ ഉരുക്ക് നിർമ്മിത കമാന പാലം എന്ന സവിശേഷതയോടെയാണ് ഈ പാലം ഒരുങ്ങുന്നത്. പഴയ ചരിത്രപ്രസിദ്ധമായ ആർച്ച് പാലത്തിന് സമാനമായി നിർമ്മിക്കുന്ന ഈ പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് നിർമ്മിക്കുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിൽ നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. കരാർ കാലാവധി അടുത്ത വർഷം മാർച്ച് വരെ ഉണ്ടെങ്കിലും ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. മൺസൂൺ കാലം സജീവമായതോടെ ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. ഇത്തവണ വേനൽമഴ ആരംഭിച്ച മെയ് മാസം മുതൽ തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേരിമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മനോഹര കാഴ്ച ഒരുക്കുന്നത്. മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ പ്രധാന ആകർഷണമായ ഈ വെള്ളച്ചാട്ടം തട്ടുതട്ടായി താഴേക്ക് പതിക്കും. പച്ചപ്പിന് നടുവിലെ ഈ മനോഹര ദൃശ്യം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ് അധികവും എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്കേറിയതോടെ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വ്യാപാര മേഖലയും സജീവമായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ മാറി. ഇത്തവണ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയം എന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം പ്രവേശനം നേടി. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മറയൂർ പഞ്ചായത്തിന്റെയും മികച്ച പിന്തുണയും ഈ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങളുടെ ഭൂമിക്ക് 1/4 നൂറ്റാണ്ടിന് ശേഷം പട്ടയം ലഭിച്ചു. ടാറ്റ കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. റവന്യൂ വകുപ്പിന്റെ പ്രത്യേക പരിശോധനകൾ പൂർത്തിയാക്കിയാണ് 2 തലമുറകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭൂമിയുടെ അവകാശരേഖ കൈമാറിയത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരമായിരുന്നു ഈ ചരിത്രപരമായ ഭൂവിതരണം. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു കഴിഞ്ഞു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. ഭാവി വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ച് 5 ഏക്കറോളം ഭൂമി റോഡിനായി നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി 12 ഏക്കറോളം ഭൂമി മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളത്. ഇതിനായുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. തെക്കൻ പശ്ചിമഘട്ടത്തിന്റെ ജൈവസമ്പത്ത് വ്യക്തമാക്കിക്കൊണ്ട് മൂന്നാർ വന്യജീവി ഡിവിഷനിൽ പുതിയ 11 ജീവിവർഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ജീവിവർഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും ഈ കണ്ടെത്തലുകൾ സഹായകരമാകും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.